ഇവിടെ ഉയർത്തപ്പെട്ട ഒരു സംശയം 2012 രൂപം കൊടുത്തു. സാധാരണ നിലയിൽ സൈന്യത്തിൽ നിന്ന് വന്ന ഒരാൾ സ്വന്തം നാട്ടിലുള്ള ആളുകളെ അവരുടെ ആരോഗ്യത്തെ ഒക്കെ കരുതി ഒരു മൂവ്മെന്റ് തുടങ്ങുന്നു, അത് വലുതാവുന്നു, സ്വാഭാവിക പ്രക്രിയയാണ്. പക്ഷെ 2022 ശേഷം ഇത് വ്യാപകമായി ഇപ്പോൾ 1000-ലധികം ഗ്രൂപ്പുകളുണ്ട് തുടങ്ങിയവയാണ് ആരോപണ സ്വഭാവത്തിൽ പറയുന്നത്. 2022 ശേഷം അങ്ങനെ ഒരു പക്ഷേ ഞാൻ അതിനെ കാണുന്നത് കോവിഡിന് ശേഷം കുറച്ചുകൂടി ആളുകൾക്ക് ഒരു ഹെൽത്ത് കോൺഷ്യസ്നെസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള നിലയിലാണ്. വ്യായാമം ചെയ്യാം, അതൊരു നല്ല കാര്യമാണല്ലോ, എല്ലാവരും വ്യായാമം ചെയ്യണമെന്ന് ഉപദേശിക്കുന്ന ആളുകളുമാണ്. ഈ 1000 ഗ്രൂപ്പുകൾ പെട്ടെന്ന് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി 2022 ശേഷം ഉണ്ടായതിൽ ഉള്ള എക്സ്പ്ലനേഷൻ എന്താണ്? ഈ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സർ, അദ്ദേഹം 2010 റിട്ടയർ ചെയ്തു. 2 വർഷം ട്രഡീഷണലായിട്ട് യോഗ, അദ്ദേഹം മിലിറ്ററിയിൽ നിന്ന് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഒരു പ്രാക്ടീഷണർ കൂടിയായിരുന്നു. അപ്പം നാട്ടിൽ വന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു വ്യായാമം, ഇപ്പോഴത്തെ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ കാരണം വിഷമിക്കുന്ന ഒരവസ്ഥയിൽ ആളുകൾ വ്യായാമം ചെയ്യട്ടെ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ റൂട്ടൈൻ പ്രാക്ടീസിനോട് കൂടെ ചെയ്ത്, പിന്നീടാണ് ആളുകൾക്ക് സമയമില്ല, തിരക്കാണ്, പിന്നെ ഈ എക്സസൈസുകളൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം കൂട്ടുകാരൊക്കെ ചേർന്ന് 10 വർഷത്തോളം നിരന്തരമായിട്ട് ഓരോ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി 2012 കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തത്. 2022 വരെ ഈ ഒരു 10 വർഷം നിരന്തരമായിട്ട് പല പരീക്ഷണങ്ങൾക്കും ഇത് വിധേയമായിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ റിട്ടയർഡ് ഏജിലുള്ള ആളുകളാണ് കൂടുതലും ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും അപ്പോഴും. അപ്പോൾ ഈ ആളുകൾക്ക് കൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് അറിഞ്ഞ് അങ്ങനെ ഒരു അലുമിനി EMEA കോളേജിൻ്റെ ഒരു അലുമിനി മീറ്റിൽ വെച്ച് അദ്ദേഹം തൻ്റെ അച്ചീവ്മെൻറ്റുകളൊക്കെ എല്ലാവരും പറഞ്ഞ കൂട്ടത്തിൽ ഈ ഒരു കാര്യം പറയുകയും, എൻ്റെ സ്നേഹിതൻ ഉണ്ട് KT മുസ്തഫ, അവനിലൂടെ ഈ വിവരം ഞാൻ അറിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സമൂഹത്തിലെ എല്ലാ കാറ്റഗറിയിലുമുള്ള ആളുകൾ, എല്ലാ പ്രൊഫൈലിലുമുള്ള ആളുകൾ, വിവിധ ജാതി മതസ്ഥരായ ആളുകൾ ഒരുമിച്ച് രാവിലെ ഇങ്ങനെ ഒരു 25-30 മിനിറ്റ് വ്യായാമം ചെയ്യുകയും ഒന്ന് കൂടിയിരുന്ന് പിരിയുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ വ്യായാമം ചെയ്യാനുള്ള എളുപ്പവും അതേപോലെ തന്നെ എല്ലാവരുടെയും ആ നാട്ടുകാരുടെ ഒരു ഗ്യാതറിംഗ് ഒക്കെ നടക്കുന്നത് കൊണ്ട് നല്ലൊരു സംഭവമാണെന്ന് പറഞ്ഞപ്പോൾ ഈ സോഷ്യലൈസേഷൻ, നമുക്കറിയാമല്ലോ, സാമൂഹ്യ മാധ്യമങ്ങളുടെ വള്ളിക്കെട്ടുകളിൽ നിന്ന് നമുക്ക് പുറത്തേക്കൊന്ന് സോഷ്യലൈസ് ആയത് സോഷ്യൽ ലൈഫിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു പ്ലാറ്റ്ഫോം, മുതിർന്നവർക്ക് അവരുടെ ടെൻഷൻ ഒറ്റപ്പെടൽ മാറാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ആ ഒരു ലക്ഷ്യത്തോടെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് കലാം മാസ്റ്റർ, അതേപോലെ തന്നെ എൻ്റെ സുഹൃത്ത് ശിവാനന്ദൻ, അദ്ദേഹം NSSൻ്റെ ഒരു SNDPയുടെ ഒരു നേതാവ് കൂടിയാണ്. ഞങ്ങളടങ്ങിയ ഒരു ടീം, അയ്യപ്പൻ ഞങ്ങളൊരു ട്രെയിനറാണ്, ഞങ്ങളെല്ലാവരും കൂടി അടങ്ങിയ ഒരു ടീം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഇതിനെ പെരുവള്ളൂരിലേക്ക് ആരംഭിക്കുകയും ചെയ്തു. ആരംഭിച്ച് ഈ എക്സസൈസിലേക്ക് കടന്നു വന്നത് ആദ്യം ഒരു 40-46 പേരാണ്. പിന്നീട് ഒരു 15 ദിവസമായപ്പോഴേക്ക് 180 പേര് വന്നു. പിന്നീട് ലേഡീസിന് വേണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഗ്രൗണ്ടിൽ ഒരു തുടങ്ങി, അവിടെയും ഏറെക്കുറെ 100-150ഓളം സ്ത്രീകൾ വരാൻ തുടങ്ങി. അപ്പോൾ പരിസര പ്രദേശത്ത് നിന്നൊക്കെ വന്ന ആളുകൾക്ക് ഇതിൻ്റെ റിസൾട്ട് കണ്ടപ്പോഴും ഇതിൻ്റെ എളുപ്പം കണ്ടപ്പോഴും തങ്ങളുടെ നാട്ടിൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുകയും അവിടെ നിന്ന് പഠിക്കൽ, ചെമ്മാട് പോലുള്ള വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിക്കുകയും, പിന്നെ നമുക്കറിയാം ഇത് കൊണ്ടോട്ടിയാണ് തുടങ്ങിയതിൽ കൊണ്ടോട്ടിയുടെ പരിസരങ്ങൾ, കീശേരി പോലുള്ള എല്ലാ മേഖലകളിലേക്കും അവിടെ വരുന്ന ആളുകൾ ഇത് കൊണ്ടുപോയി പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഏറെക്കുറെ ഒരു വർഷം 2022 ഒക്ടോബർ 10 ആരംഭിച്ച ഒരു സംഭവം 2023 ഒക്ടോബർ ആയപ്പോഴേക്ക് ഏറെക്കുറെ 100ഓളം ബ്രാഞ്ചുകൾ, പിന്നീട് ഭയങ്കര എൻക്വയറി, ഈ റിസൾട്ട് കിട്ടിയ ആളുകൾ അല്ലെങ്കിൽ ഇതിൽ എക്സസൈസിന് വരുന്ന ആളുകൾ, കാരണം എല്ലാം ലളിത വ്യായാമങ്ങളാണ്, യോഗയും എയറോബിക്കും ഫിസിയോതെറാപ്പിയും ഡീപ്പ് ബ്രീത്തിങ്ങും അക്യുപ്രഷറും മെഡിറ്റേഷനും ഫേസ് മസാജും അടങ്ങിയ വളരെ സിമ്പിളായിട്ടുള്ള ലളിത വ്യായാമങ്ങൾ, ജോയിൻറ്റിനെയൊക്കെ ഒന്ന് വാമപ്പാക്കി ശരീരത്തിലെ മസിലുകളൊക്കെ ചെറുതായി ഒന്ന് ടൈറ്റ് ചെയ്ത് അങ്ങനെ പ്രായമുള്ള ആളുകൾക്ക് വേണ്ട രീതിയിൽ അവർ ഒരു ഫിറ്റ്നസ്. അപ്പോൾ ഇത് മറ്റുള്ള പരിസരത്തേക്ക്, പിന്നെ ജീവിതശൈലി രോഗങ്ങളായ പ്രഷറും പ്രമേയവും കൊളസ്ട്രോളും ഒക്കെ നിയന്ത്രണ വിധേയമായ പലർക്കും തലകറക്കവും ഉത്കണ്ഠയും ടെൻഷനൊക്കെ മാറിയ ഫീഡ്ബാക്സുകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി ഗ്രൂപ്പുകളിലൂടെ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ എൻക്വയറി അനുസരിച്ച് ഇതിങ്ങനെ കാട്ടർ ചെയ്യാൻ ഞങ്ങളാൽ സാധ്യമല്ല. പിന്നെ ഈ ഒരു സംഭവം മലപ്പുറം ജില്ലയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് പ്രൊഫഷണലായി സലാഹുദ്ദീൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളിത് നടപ്പിലാക്കിയപ്പോഴും എൻക്വയറി ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഗവൺമെൻറ്റിൻ്റെ കൂടെ ഒരു സഹകരണമുണ്ടെങ്കിൽ സ്കൂളുകളിലൂടെയും മറ്റ് ഗവൺമെൻറ് സംവിധാനങ്ങളിലൂടെയും ഇത് വളരെ വിപുലമായി വ്യാപിപ്പിക്കാം. അത്താഴത്തെ അടിസ്ഥാനത്തിൽ നവകേരള സദസ്സിലേക്ക് എന്നെ മെക്സവനെ പ്രതിനിധീകരിച്ച് ക്ഷണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹകരണത്തോടെ ഈ റിസൾട്ട് ഓറിയൻറ്റഡ് ആയുള്ള ഒരു വ്യായാമ സംവിധാനം
നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിൽ വ്യായാമത്തിൻ്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കുകയും എല്ലാ ജാതി മത രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ ഐഡിയോളജികളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരമണിക്കൂർ ഒരുമിച്ചിരിക്കാനും വ്യായാമം ചെയ്ത് സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോകാനും ഒരു മാനസിക ഐക്യമുണ്ടാക്കാനും സഹായിക്കും. ശരി, ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് അത് കൊടുത്തത്. അതിൻ്റെ മേലെ നടപടികൾ ഉണ്ടായില്ല. അപ്പോൾ പക്ഷേ ഈ വ്യാപനം, അതായത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ആദ്യം മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലയിൽ, പിന്നെ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് 25 യൂണിറ്റ് തുടങ്ങിയത്. അപ്പോൾ ഇനി ഇത് നാട്ടിലെ ജനങ്ങൾ ഏത് വിശ്വാസത്തിൽ ആദർശത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഗ്രാമത്തിൽ അവരായിരിക്കും കൂടുതലല്ലോ. അത് നമ്മുടെ ഇതേക്കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ്, നേരത്തെ സൂചിപ്പിച്ച ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പൊ അതിൽ ഉന്നയിച്ച ഒരു ചോദ്യം, ഇത് വ്യായാമം എല്ലാവർക്കും വേണ്ട കാര്യമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് മുസ്ലിം പോക്കറ്റുകൾ, കൃത്യമായ വാക്കാണ്, മുസ്ലിം പോക്കറ്റുകളിൽ ഇത് ഇങ്ങനെ ഫ്ലറിഷ് ചെയ്തത്, ഇങ്ങനെ വ്യാപകമായത്? അപ്പോൾ ഇത് മുസ്ലിം ജനസമൂഹത്തെ ഉന്നമിട്ട് നടക്കുന്ന ഒരു സംഘാടനമാണോ എന്ന സംശയമാണ് ആദ്യമായി ഇതേക്കുറിച്ച് ഉയർന്നത്. അങ്ങനെയുണ്ടോ? ഇത് ഒരു മതവിഭാഗത്തിനിടയിൽ അല്ലെങ്കിൽ ആ മതവിഭാഗം കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളിൽ വ്യാപകമായി ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടോ? തീർച്ചയായിട്ടും തെറ്റായ ഒരു ആരോപണമാണ്. മാത്രമല്ല, ഈ എയറിലേക്ക് ചോദ്യങ്ങൾ എറിയുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ വിവിധ പാർട്ടിക്കാരായ, വിവിധ മതക്കാരായ, വിവിധ രാഷ്ട്രീയക്കാരായ, സംഘടനക്കാരായ ആളുകൾ ഒരുമിച്ച് ചേർന്ന് വ്യായാമം ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നതിന് മുമ്പ് 1-2 ദിവസം രഹസ്യമായോ പരസ്യമായോ അവിടെ പോകുകയും ഏതെങ്കിലും തരത്തിലുള്ള ആശയപ്രചരണത്തിനോ ഏതെങ്കിലും നിരോധിതമായതോ അല്ലാത്തതോ ആയ സംഘടനകളുടെ സംഗമവേദിയായോ ഇത് മാറുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഒരു ഉത്തമമായ ഒരു ആക്ടിവിസ്റ്റ് ഈ കാര്യത്തിൽ ഇടപെടേണ്ടത്. സമൂഹത്തിന് മുന്നിലേക്ക് സംശയമുനയിൽ നല്ലൊരാശയത്തെ, വ്യായാമം എന്നൊരു സംസ്കാരത്തെ നെഞ്ഞേറ്റി നമുക്ക് പൊതു ഇടങ്ങളിൽ ജനങ്ങൾ കൂടിയിരിക്കുന്ന ഒരു സോഷ്യലൈസേഷന് മുൻകൈയെടുത്ത് എല്ലാ സംഘടനകളുടെയും ഗവൺമെൻറ്റിൻ്റെയും സഹകരണം ആഗ്രഹിച്ച് സുതാര്യമായി ചെയ്യുന്ന ഒരു സംഭവത്തെ കൺഫ്യൂഷൻ ആക്കുകയല്ലായിരുന്നു വേണ്ടത്. പിന്നെ ഇതിൻ്റെ വ്യാപനം എന്ന് പറഞ്ഞാൽ തുടക്കം കൊണ്ടോട്ടിയിലാണെങ്കിൽ അവിടുത്തെ പരിസരത്തെ ആളുകളെ മൗത്ത് പബ്ലിസിറ്റി ഒന്ന് മാത്രമാണ് അന്നും ഇന്നും. ഒരു മീഡിയ പബ്ലിസിറ്റിയും ഇതിനുണ്ടായിരുന്നില്ല. ആ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അതാത് നാട്ടിലെ ജനങ്ങൾ മാത്രം, അതിലെല്ലാ സംഘടനക്കാരും സംഘാടകരുമുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും വളരെ കൃത്യമായ ഇൻഫ്രാസ്ട്രക്ചർ, പ്രവർത്തന മേഖലകൾ താഴേക്കിടയിൽ വരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഓപ്പൺ മൈതാനിയിൽ പകൽ വെളിച്ചത്തിൽ റിട്ടയർ ആയിട്ടുള്ള 40, 50, 60, 70 ഒക്കെ പ്രായമുള്ള ആളുകൾ കൂടുതൽ വരുന്ന ഈ ഒരു സംഗമത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പരാമർശമോ ഒരു രീതിയോ ഒരാശയമോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ 2 വർഷം മുമ്പ് ഇതിൽ വരാത്ത, ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾ ആകാശത്തേക്ക് തൊടുത്തുവിട്ട അമ്പുകളല്ലാതെ അവരുടെ കയ്യിൽ എന്ത് തെളിവുകളാണുള്ളത്? അതുകൊണ്ട് തന്നെ നല്ലൊരു സംസ്കാരത്തെ എന്തിന് നാം നശിപ്പിക്കണം? എന്തിന് സംശയ നിലയിൽ? അതാണ് ഞങ്ങൾക്ക് വിഷമമുണ്ടായത്. അതാണ് നെക്സവൻ ചോദിക്കുന്ന ചോദ്യം.